ഗൈസ്, വിസ്മയ മോഹൻലാലിന്റെ ആദ്യ സിനിമയായിട്ടുള്ള തുടക്കം സിനിമ കണ്ടു കഴിഞ്ഞ് നേരെ വന്ന് റിവ്യൂ ചെയ്യാനിരിക്കുകയാണ്. ആദ്യം പറയാണ് ഇതിനകത്ത് സ്പോയിലർ ഒക്കെ വരുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ മാത്രം മുൻപോട്ട് പോയാൽ മതി. അപ്പൊ രാവിലെ ഞാൻ ഈ സിനിമയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പെരുമഴയായി മാറി. ആ പെരുമഴയത്ത് അത്യാവശ്യം ദൂരം യാത്ര ചെയ്താണ് ഞാൻ ഈ സിനിമ കാണാൻ പോയിട്ടുള്ളത്. അതും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പെരുമഴയത്ത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാന്നൊക്കെ പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ആ ബുദ്ധിമുട്ട് പോലും വകവെക്കാണ്ട് ഞാൻ പോയി സിനിമ കണ്ട് തിരിച്ചു വന്നു. കാരണം ഈ സിനിമ റിലീസ് ആവുന്നതിന് മുൻപേ തന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച കാര്യമായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഈ സിനിമ കാണുന്നുള്ളത്. അതായത് വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CJP സപ്പോർട്ട് ചെയ്തു. അതിന്റെ പേരിൽ സംഘപരിവാറിന്റെ ആക്രമണം ഒരുപാടുണ്ടായിട്ടുണ്ട്. സിനിമയെ തകർക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഘപരിവാർ ടീംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു വശത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാരണമില്ലാണ്ട് കുറെ അധികം മനോരോഗികളായിട്ടുള്ള ആൾക്കാർ, കുറെ സൈക്കോപാത്ത് ടീംസ്, അവർ വന്നിട്ട് ഒരു മനസുഖത്തിന് വേണ്ടിയിട്ട് വിസ്മയ മോഹൻലാലിനെ വ്യക്തിഹത്യ ചെയ്യുക, അധിക്ഷേപിക്കുക, ബോഡി ഷെയിം ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം വേറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ആളുകളുടെ ഒക്കെ സൈബർ അറ്റാക്ക് അകാരണമായിട്ട് നേരിട്ട ആൾ കൂടിയാണ് വിസ്മയ മോഹൻലാൽ. പ്രത്യേകിച്ചും എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യമാണ് വിസ്മയ മോഹൻലാലിനോട് എന്തോ പ്രബുദ്ധ മലയാളികൾക്ക് എന്തോ ഒരു അസഹിഷ്ണുത ഉള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ശരി, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാൽ ഇവർ നേരിട്ട് സൈബർ അറ്റാക്ക് കാരണം ഞാൻ വിചാരിച്ചു ഈ സിനിമ എന്തായാലും ഞാൻ പോയി കണ്ടിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കുന്നുള്ളത് തീരുമാനമെടുത്തു. അതൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ കൂടിയാണ്. കാരണം ഒരു മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു നായികയായിട്ട് വരുന്ന ഒരാൾ ഒരുപാട് സ്വപ്നം, ഒരുപാട് പ്രതീക്ഷയ്ക്കായിട്ട് വരികയാണ്. ആ സമയത്ത് നമ്മൾ മലയാളികൾ ഇങ്ങനെയല്ലായിരുന്നു അവരോട് പെരുമാറേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറേണ്ടതായിരുന്നു. മാത്രമല്ല, അവരത് ഡിസർവ് ചെയ്യുന്നുണ്ട്. മാന്യമായിട്ടുള്ള പെരുമാറ്റം അവർ ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സ്വപ്നത്തെയും അവരുടെ പ്രതീക്ഷയെയും മാന്യമായിട്ട് സ്വീകരിക്കുക, അതിനെക്കുറിച്ച് മാന്യമായിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചൊരു കാര്യം. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി സിനിമ കണ്ടു. അപ്പം ആ സിനിമ കാണാന്നുള്ളത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലിന്റെ ഭാഗമായിട്ട് തന്നെ നടന്നു. ഇനി സിനിമയിലേക്ക് വരുന്ന സമയത്ത് വളരെ ജെനുവൻ ആയിട്ട് എനിക്ക് ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത് ഇത് വളരെ ചെറിയൊരു സിനിമയാണ്. ഒരുപാട് വലിയ സെറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. നമ്മൾ ചുമ്മാ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിരിക്കാൻ രസമുള്ള സിനിമയൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് പ്രതീക്ഷ വെക്കരുത്. നമുക്ക് സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാം എന്താണ് സംഭവിക്കുക എന്നൊക്കെ അറിയാം. പക്ഷെ അതിങ്ങനെ നമ്മളൊരു ഒഴുക്കിൽ ഇങ്ങനെ കണ്ടിരുന്നാൽ ഓക്കെ, അത് ഓക്കെ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ വിസ്മയ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അവരുടെ മാക്സിമം ആയിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയണം, വിസ്മയ മോഹൻലാലിന് പലപ്പോഴും പലയിടങ്ങളിലും കയ്യടി കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ വരുന്നതിന് ശേഷം തിയേറ്ററിൽ അവർക്ക് കയ്യടി കിട്ടുമ്പോൾ നമുക്കും ഒരു പ്രൗഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രം ഈ പറഞ്ഞ പോലെ സൈബർ അറ്റാക്ക് ഒക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവർ അംഗീകരിക്കുന്ന രീതിക്കുള്ള കയ്യടി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആസ് എൻ ആക്ടർ ഷീ ഹാസ് ലിമിറ്റേഷൻസ്. അവർക്ക് പരിമിതികളുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പൊ ആ പരിമിതികൾ മനസ്സിലാക്കിയ ഡയറക്ടറാണ് ജൂഡ് ആന്റണി എന്ന് പറയുന്നത്. ആ ഒരു പരിമിതികൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് ജൂഡ് ആന്റണി ഈ സിനിമയിൽ വിസ്മയെ പ്ലേസ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എഡിറ്റിംഗ് അറൌണ്ട് ദി പെർഫോമൻസ്, അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നടന്നതാണ്. പലപ്പോഴല്ല എനിക്ക് സിനിമ തുടക്കം മുതൽ അവസാനം വരേക്കും തോന്നിയിട്ടുള്ളത്. കാരണം വിസ്മയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പറഞ്ഞല്ലോ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഫേസിൽ എക്സ്പ്രഷൻസ് വരുന്ന സമയത്താണെങ്കിലും അവർക്ക് ഇമോഷൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും പലപ്പോഴും ലിമിറ്റേഷൻസ് അവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയ ഡയറക്ടർ പലപ്പോഴും വിസ്മയെ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഡ്യൂറേഷൻ മാക്സിമം ആയിട്ട് കുറയ്ക്കുന്നതായിട്ടും അതേപോലെ തന്നെ ബാക്കി വോയിസ് ഓവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെ ഷോട്ടുകൾ അത് പെട്ടെന്ന് കട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഡ്യൂറേഷൻ ഒന്നും പോകില്ല. അവരുടെ ഷോട്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്യുന്ന പരിപാടി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രധാന ഐറ്റമാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന സമയത്ത് മലയാളികൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇവർക്ക് ഇങ്ങനെ സംഭവം അറിയാന്നുള്ളത്. അപ്പൊ ആ ഒരു സംഭവത്തെ വെച്ച് തന്നെ വൃത്തിക്ക് കഥ പറയാൻ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോജിക് എന്ന് പറയുന്ന സംഭവം നോക്കരുത്. ഇതിനകത്ത് ലോജിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ പലപ്പോഴും അനാവശ്യ ബിൽഡപ്പ് കൊടുക്കും. പക്ഷെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഉത്തരം ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇതിനകത്ത് വിസ്മയ, ഞാൻ ഓൾറെഡി പറഞ്ഞ സ്പോയിലർ ഉണ്ടെന്ന് അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാണ്, വിസ്മയ ചെയ്യുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ നട്ടപ്പാതിരയ്ക്ക് ഒരുത്തനെ കണ്ട് പേടിച്ച് ഓടുന്നൊക്കെ ഉണ്ട്. ഇത്രയും കയ്യിൽ മാർഷൽ ആർട്സ് പോലുള്ള സംഭവങ്ങൾ കയ്യിലുള്ള ഒരാൾക്ക് മറ്റൊരാളെ ഡിഫെൻഡ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് നട്ടപ്പാതിരയ്ക്ക് പേടിച്ചോടി ഒരു 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 സാധാ ടിപ്പിക്കൽ ഒരു പെൺകുട്ടിയായിട്ട് മാറേണ്ട ഒരു ആവശ്യമുണ്ടോ? അതിലൊന്നും ലോജിക്ക് ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. ഇത് മാത്രമൊന്നുമല്ല, പല കാര്യങ്ങളിലും ലോജിക്ക് ഇല്ല. അപ്പൊ അങ്ങനത്തെ കഥയിൽ ലോജിക്കൊന്നുമില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ അച്ഛന്റെ മകൾക്ക് വേണ്ടി അച്ഛൻ എടുത്തൊരു സിനിമയാണ്.
അച്ഛന്റെ മകളെ ചേർത്ത് പിടിക്കാൻ അച്ഛൻ മാക്സിമം സിനിമയിൽ ഉടനീളം ട്രൈ ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ മകൾക്ക് വേണ്ടി ഉള്ള സിനിമയായിട്ട് തന്നെയാണ് കണ്ടാൽ മതി. പിന്നെ സിനിമയുടെ കഥയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ഹൈ റേഞ്ച് ഏരിയ, അവിടെയുള്ള ഒരു അച്ഛൻ മകൾ, അവരുടെ കുടുംബം, അവരുടെ കുടുംബത്തിനകത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെ എങ്ങനെ അവളെ ഡിഫെൻഡ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള സിനിമ എന്നൊക്കെ പറയാം. പിന്നെ ഈ സിനിമ കൊണ്ട് ഏറ്റവും അധികം ആക്ച്വലി മെച്ചമുണ്ടായിട്ടുള്ളത് ആശിഷ് ജോയ്ക്കാണ്. ഇതിനകത്ത് വില്ലൻ കഥാപാത്രമായിട്ട് ആശിഷ് ജോ വരുന്നുണ്ട്. ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നി ആശിഷ് ജോയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ സാഗർ സൂരി ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും. ഇപ്പം പണി സിനിമയ്ക്കകത്ത് സാഗർ സൂര്യ നമുക്കൊക്കെ അറിയാം, ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള ഒരാളായിട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് പണിയിൽ സാഗർ സൂര്യ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ലെവൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം സാഗർ സൂര്യനെ കൊണ്ടുവന്നാൽ പുള്ളിക്കാരൻ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ആശിഷ് ജോ നല്ലപോലെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിന് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് പേഴ്സണലി ഞാൻ ഈ സിനിമയിൽ കാണുന്നത്. ഒന്നാമത് കുറച്ച് ആർട്ടിസ്റ്റേ ഉള്ളൂ. ആ ഉള്ള ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ തന്നെ ആശിഷ് ജോയ്ക്ക് കൊടുത്തു. പുള്ളി അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ഗണേഷ് ഇതിനകത്ത് വരുന്നുണ്ട്, മനോജ് കേജയും വരുന്നുണ്ട്, ജാഫ്രിഡിക്ക് വരുന്നുണ്ട്. അവരൊക്കെ അവരുടെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോബി കുര്യനാണ് ഇതിനകത്ത് മറ്റൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരനും അത്യാവശ്യം നല്ല പോലെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മകളുടെ അച്ഛനായിട്ടുള്ള ലാലേട്ടൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടർ കണ്ട സമയത്ത് എനിക്ക് ചിരി വന്നു ആ ക്യാരക്ടർ കണ്ടപ്പോ. അതായത് ഈ മകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു അച്ഛന്റെ പാസ് ഉണ്ടല്ലോ, ആ അച്ഛൻ പാസം കാണിക്കാനായിട്ട് ഒരു സിനിമ എടുത്തു വെച്ച പോലെയൊക്കെ എനിക്ക് തോന്നി. ഇതിനകത്ത് അച്ഛനും മകളും അല്ലെങ്കിൽ കൂടിയും ഇതിനകത്ത് ആ ഒരു സംഭവം കൊണ്ടുവരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വളരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടർ. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് അതിനകത്ത് കുത്തിത്തിരിക്കി വെച്ച പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തുള്ള മാർഷൽ ആർട്സിന്റെ ആ ഒരു സംഭവത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമാണ് ആക്ഷൻ കൊറിയോഗ്രാഫി. എനിക്ക് ഒട്ടും ഓക്കെ ആവാത്തൊരു സംഭവമാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ബ്ലാസ്റ്റ് മൂവി ഒക്കെ കാണുമ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്കൊരു വാവ് ഫീൽ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് മാർഷൽ ആർട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടും ആ ഒരു ഫീൽ കിട്ടുന്നില്ല. നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ആക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യണം, നമുക്കൊരു വാവ് ഫീൽ കിട്ടണം. ഇപ്പൊ മാർഷൽ ആർട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ പരിചിതമല്ലാത്ത സംഭവമാണ്. പക്ഷെ അത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഒരു ഫീൽ കിട്ടണ്ടേ? ഇതിനകത്ത് ഒരു ഫീലും കിട്ടുന്നില്ല. ആക്ഷൻ കാണിക്കുന്നു, ഓക്കെ കാണിക്കുന്നു. അപ്പം അതിനകത്ത് കയ്യടിക്കുള്ള വകകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി മാർഷൽ ആർട്സിന്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്ന സംഭവം ഒന്നും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഡയറക്ടർ ആയിട്ടുള്ള ജൂഡ് ആന്റണിയുടെ കാര്യം പറയുകയാണെങ്കിൽ പറയത്തക്ക രീതിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും ഗ്യാപ്പ് എടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടത്. ഇതൊരു സംഭവം സാധാ സംഭവമാണ്, നമുക്കൊക്കെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ലോജിക് ഒക്കെ കുറവുള്ള സംഭവമാണ്. പക്ഷെ ഇങ്ങനത്തെ അല്ല, കുറച്ചും കൂടി നല്ല സംഭവം ഇങ്ങനൊക്കെ ചെയ്യാറുന്നു എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ വരുമ്പം പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക കുഴപ്പമുള്ളതൊന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു പുതുമുഖ നായികയുടെ പെർഫോമൻസ് കാണാനും അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിക്കൊക്കെ പോയി കാണാനൊക്കെ പറ്റിയൊരു സിനിമയാണത്. അതിൽ കൂടുതലായിട്ട് മഹാസംഭവമായിട്ടുള്ള ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരും സിനിമ കണ്ട അഭിപ്രായം പറയുക, ആ സിനിമ കാണാനുള്ള, കണ്ടിട്ട് വിമർശിക്കാനുള്ള മിനിമം മര്യാദ കാണിക്കുക. തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണിത്.